ഹായ്, എൽദോസാണ്. അപ്പം നമുക്കിന്നൊരു ലീവ് ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഗൂഡല്ലൂരിലെ ഓവേലിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നമുക്ക് പോയാലോ? റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ. ഇതാ കാണുന്നതാണ് കാരോളിൻ ടീ ഫാക്ടറി. ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത് പാരി അഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ കീഴിലാണ്. ഇവിടുത്തെ ടീ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. യാത്ര പകുതി ആയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു എന്നാൽ ഒരു വെള്ളം കുടിച്ചിട്ട് യാത്ര തുടർന്നാണ്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ വെള്ളം കുടിക്കാനായിട്ട് നിർത്തി. അപ്പം ഒരുപാട് ഐറ്റംസ് അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക, മാങ്ങ, പേരയ്ക്ക, ചില്ലിക്ക, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ദ്രാവിഡ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എല്ലാവർക്കും കൊടുത്ത്. ഇന്ന് നമ്മളിപ്പം ഷിബിനും മണിയേട്ടനും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ രാമൻകുട്ടി പറഞ്ഞ കവിതയിലെ തേങ്ങാക്കുലകൾ ആടുന്നത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോട്ടോ. ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ വിട്ടു കേട്ടോ. ഇപ്പം നമ്മൾ ഏതാണ്ട് ഗൂഡല്ലൂർ ടൗണിനോട് അടുത്തു. ഗൂഡല്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൂഡല്ലൂർ കേരളം, തമിഴ്നാട്, കർണാടക ഇങ്ങനെ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാന ടൗണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പല സംസ്കാരങ്ങളും ഭാഷകളും ഉണ്ട് കേട്ടോ. ഇതാണ് ഓവാലിയിലേക്കുള്ള എൻട്രൻസ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് എപ്പോഴും പോകാൻ പറ്റൂല. അപ്പോൾ ഒരു ടൈമിലാണ് പോകാൻ പറ്റുള്ളൂ. ഈവനിങ് ഒക്കെ കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ അവിടെ എൻട്രൻസ് ഉണ്ടാവുള്ളൂ. കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണമായിരിക്കാം. എന്തായാലും ട്രിപ്പൊക്കെ അടിക്കാൻ നല്ല ഏരിയ ആണ് കേട്ടോ. നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് പോകാനൊക്കെ തേയിലത്തോട്ടം, റോഡിൻ്റെ 2 സൈഡും ഉള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ. തേയിലത്തോട്ടത്തിൽ സിൽവർ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രാമ്പു ആണോ ജാതിക്കയാണോ, ഗ്രാമ്പു ആണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ സൂണ്ടി എന്ന സ്ഥലത്തുള്ള ഒരു ബ്രിട്ടീഷുകാർ പണിതൊരു പാലത്തിൻ്റെ അടുത്തേക്കാണ് പോണത് കേട്ടോ. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ തേയിലയും കാപ്പിയും ഏലവും ഒക്കെ നട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗതാഗതത്തിന് വേണ്ടി പണിതതാണെന്ന് പറയപ്പെടുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ.
ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോഴാണ് ഒരു ഐസുകാരൻ വന്നത്. ഐസുകാരൻ്റെ അടുത്ത് നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പം മൂപ്പര് പറഞ്ഞു ഇവിടെ ചന്ദനമല എന്നൊരു മല ഉണ്ട്, അതിൻ്റെ മേലെ ഒരു അമ്പലമുണ്ട്, നല്ല ആംബിയൻസാണ് അതിൻ്റെ മേലെ പോയാലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു. ഓവാലിയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലനിരകളാണ് കേട്ടോ. മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുന്ന മലനിരകളാണ്. അതേപോലെ തന്നെ ചെറിയ നദികൾ. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതിയോട് അടുത്തൊരു അനുഭവം ലഭിക്കും കേട്ടോ. നമ്മളിപ്പോൾ ആ മലമുകളിലുള്ള അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഈ കോൺക്രീറ്റ് ഇട്ട ആ റോഡിലൂടെ വേണം അമ്പലത്തിലേക്ക് കയറാൻ. നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. ഈ മലയുടെ മുകളിൽ എത്തിയപ്പം എന്തൊരു കാറ്റാണെന്നറിയോ. ഇതാണ് ആ അമ്പലം. നല്ല അടിപൊളി ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. ഒരുപാട് പേരിവിടെ വന്നു പോകുന്നുണ്ട് ഡെയിലി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മെല്ലെ അവിടെ നിന്ന് പോന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ വരണ വഴിയിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ കയറി നിന്നു. കുറച്ച് നേരം ഷിബിൻ്റെ കോയമ്പത്തൂരിലെ കഥകളൊക്കെ കേട്ട് എന്തായാലും ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്ര അനുഭവം ആയിരുന്നു കേട്ടോ ഓവേലി. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗൂഡല്ലൂരിലെ ഓവാലി. എന്തായാലും ഈ യാത്ര ഇത്ര മനോഹരമാക്കി തന്നത് യാത്രയിൽ കൂടെ ഉള്ളവരും കൂടിയാണ് കേട്ടോ. ഗൂഡല്ലൂർ തിരികെ എത്തി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.